പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് റെസിപ്പിയാണിത്. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉള്ളി, സവാളയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ കൂട്ടി ഒന്ന് നന്നായി അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നാരൊക്ക വലിച്ച് ക്ലീൻ ആക്കിയിട്ടുള്ള പ്രോൺസ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ പ്രോൺസിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കുക. ഒക്കെ യോജിപ്പിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിവേപ്പില നമുക്ക് ചേർക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും നല്ല രുചിയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതുപോലെ ഇടക്കിടക്ക് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരുന്നവരെ ആക്കിയെടുക്കുക. അല്ല നമുക്ക് സെമി ഗ്രേവി ആയി ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അത് ആ പാകത്തിന് ഓഫാക്കി മേലെ കൂടെ വെളിച്ചെണ്ണ തൂവി എടുത്താൽ നമുക്ക് കഴിക്കാനുള്ള പാകത്തിനായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് വിഭവമാണിത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവർക്കും പൊതുവെ പ്രോൺസ് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ അല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.